ഹലോ, ഫസ്റ്റ് ഫിലിം റോസ്റ്റ് വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ മോഹൻലാൽ തുടരെ സിനിമയിൽ ഇങ്ങനെ തുടരും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഇതിനു മുമ്പ് ഒരു അധ്യായമുണ്ട് ഗൈസ്, മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഡിറക്ഷൻ. ബറോസിനെ പറ്റി പറയുമ്പോൾ ബറോസിൻ്റെ പാസ്റ്റിനെ പറ്റി പറയണം. അതിനു മുമ്പ് എനിക്ക് ആ പാസ്റ്റ് മനസ്സിലായിട്ടുള്ള കാര്യം ആദ്യം പറയണം. കാരണം ഞാൻ ഈ പാസ്റ്റ് കേട്ടോണ്ടിരുന്നതാ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ജിയോ ഹോട്ട്സ്റ്റാർ ഞാൻ ഈ പടം കാണുമ്പോൾ നോ സബ് ടൈറ്റിൽ അവൈലബിൾ. ഇത് ചെയ്യാനാ ഇതിനിടയ്ക്കൊരു തള്ളവന്ന് എന്തൊക്കെയോ പറയും. ഇത് കേട്ട് എനിക്ക് പറയാനുള്ള നമ്മളെ മോഹൻലാൽ തന്നെ വന്ന് പറയും. പക്ഷെ ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലെങ്കിലും എനിക്ക് രണ്ട് സീൻ വെച്ച് സ്റ്റോറി ഫുള്ള് മനസ്സിലായി. അതായത് ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രാജാവ് എന്തോ ചെയ്തിട്ട് നമ്മളെ മോഹൻലാലിനെ ചതിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്, ഇയാളൊക്കെ എന്തിനായിട്ടാണ് ചതിച്ചത്. കാരണം ഇയാൾ അവിടുത്തെ അതെ വെറും ഒരു അടിമ. ബറോസിനെ അടിമയിരുന്ന് ഭൂതമായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് നമ്മളെ തമ്പുരാൻ ബറോസിനെ ചതിച്ചത്. ബറോസിനെ ഭൂതമാക്കുന്ന സീനുണ്ട് മോനെ. എന്തായിരുന്നു അതൊക്കെ എൻ്റെ പൊന്നെ. അങ്ങനെ ലാലേട്ടനെ ഭൂതമാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രാന്തി തള്ള ഇങ്ങനൊരു സാധനത്തെയും കൂടെ പറിച്ചുവിടും. എന്തിനെന്നറിയോ? നമ്മളെ വെറുപ്പിച്ച് കൊല്ലാൻ. നല്ല പേര്, പക്ഷെ ഈ ചെറിയ സാധനത്തിന്റെ വായിന്ന് വരുന്ന എന്താണെന്നൊക്കെ അറിയോ? ചക്രവാളത്തിനും അപ്പുറം അറബിക്കടലിലും അക്കരെ. ഇടയ്ക്കിന്റെ ഡയലോഗ് കേട്ടിട്ട് ലാലേട്ടൻ തന്നെ ഒരുമാതിരി കിളി പോയ കണക്കൊരു ഇരുത്തായിരിക്കും. അങ്ങനെ ഈ അപരാധങ്ങളുടെ നമ്മൾ എന്റർടൈനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആന്റണി ചേട്ടനേ ഉള്ളൂ. ആന്റണിയുടെ പിന്നിൽ നിന്ന് ചെന്ന് കളിക്കുക. ഇവിടെ ഉണ്ടോ? നമ്മുടെ പണിയാണല്ലോ ഇതെല്ലാം. ലാലേട്ടന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം, അത് സ്ക്രിപ്റ്റിൽ പോലും ഇല്ലാത്ത സാധനമായിരുന്നു. ഇനി എന്തായാലും നമുക്ക് സ്റ്റോറിയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ തമ്പുരാൻ ഭൂതമാക്കിയിട്ട് ഒരു താക്കോലും കൊടുത്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞൊരു പോക്ക് തമ്പുരാൻ പോകും. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ തമ്പുരാനോ അല്ലെങ്കിൽ തമ്പുരാന്റെ തലമുറപ്പെട്ട ആർക്കെങ്കിലേ താക്കോൽ എടുത്തിട്ട് ബറോസിന് മരിക്കാൻ പറ്റൂ. അതായത് ഈ സാധനത്തിന്റെ കൂടെ ലോകാവസാനം വരെ ജീവിക്കണം. തമ്പുര ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് 400 വർഷം വരെ കഴിയും. എന്നിട്ട് തമ്പുരാന്റെ തലമുറപ്പെട്ട ഒരാൾ വരും. മോളെ മറന്നുപോയാ കേസ്. എവളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ബർഗർ എറിയുക, പടക്കം പൊട്ടിക്കുക. 3D പടമാണെന്ന് തോന്നുന്നു, എല്ലാ സ്ക്രീനിലോട്ടൊക്കെ വലിച്ചെറിയേ. ശരിക്കും പറഞ്ഞ തന്തേക്കാൾ മോശം. എന്തൊക്കെ പറഞ്ഞാൽ നല്ല അനുസരണയുള്ള കുട്ടിയാ. അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഇസേരയില് താക്കോൽ എടുക്കാനായിട്ട് ബറോസ് ഇറങ്ങി, അതും ചുമരിലൊക്കെ ഒട്ടിയിട്ട്. എങ്ങനെയോ കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് താക്കോൽ വാങ്ങാൻ പറയുമ്പോ ഈ പെണ്ണ് പിന്നെ ഇത്രയും നേരം എന്തൊരു അക്വമാനാണെന്ന് വിചാരിച്ചേ. അങ്ങനെ ഈ ട്രിക്കൊന്നും ഇവരടുത്ത് ഉറക്കാത്തില്ലെന്നും താക്കോലൊന്നും മാത്തില്ലെന്ന് പറയുമ്പോ ബറോസ് അടുത്ത സാധനം ഇറങ്ങി കേസ്. അതെ, ബറോസ് അക്വാറ്റിക് പ്രൊപ്പഗണ്ട. എന്റെ മോനെ, അതായത് ബറോസിന്റെ അത്ര കെഞ്ചുന്നൊരു ഭൂതം കാണത്തില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ കെഞ്ചി താക്കോലാകുമ്പോ ബറോസിന്റെ ഒരു ചിരിയുണ്ട് മോനെ. അങ്ങനെ താക്കോല് വാങ്ങി ബറോസ് സന്തോഷത്തോടെ അങ്ങ് മരിക്കും. നമ്മളെ സ്റ്റോറി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനിയാണ് ദ മോസ്റ്റ് ഹൈപ്ഡ് പാർട്ട് വരാൻ പോകുന്നത്, ബറോസ് പപ്പാനിയിലെ ഫൈറ്റ്. ഇതിലെ ഫൈറ്റിനെ പറ്റി പറയുമ്പോൾ ഫൈറ്റ് കൊണ്ട് ഇടിച്ച് നിന്ന് വീണ ആൾക്കാരെയാണ് പറയേണ്ടത്. നാച്ചുറൽ ആക്ടിങ്, മാസ്റ്റർ പീസ്. പിന്നെ ബറോസിന് ഫൈറ്റ് ചെയ്യാനുള്ളത് തേളാംശമായിട്ടാണ് കേസ്. എന്താ
എന്തായാലും ടേളാംസിൻ്റെ കയ്യിൽ മരിക്കാതെ സന്തോഷത്തോടെ ഇച്ചേരെ താക്കോലും കൊടുത്ത് പാവം മരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ പ്രണവ് മോഹൻലാൽ വന്നിട്ട് എങ്ങനെയാടാ ഈ പടം കണ്ടു തീർത്തതെന്നുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് പടം തീരുന്നത്.